ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇസ്മി അരുൺ. ഒരു ബാഗ് പിടിച്ച് ഞാൻ വന്നേക്കുന്നത് എന്താണെന്ന് നിങ്ങൾ വിചാരിക്കും. അത് പറയുന്നതിന് മുമ്പ് വേറൊരു കാര്യം പറയാം. ഞാൻ ഒരു യാത്ര കഴിഞ്ഞ് വന്നാണ് ഈ വണ്ടിക്കാണ് പോയത്. സാധാരണ ട്രിപ്പൊക്കെ പോകുമ്പോൾ, പ്രത്യേകിച്ച് പിള്ളേരൊക്കെ ആയിട്ട് പോയി കഴിയുമ്പോൾ വണ്ടി മൊത്തത്തിലൊന്ന് അലമ്പാവാറുണ്ട്. കാരണം സ്നാക്സ് ഒക്കെ കഴിച്ച്, ബിസ്ക്കറ്റൊക്കെ കഴിച്ച്, പിന്നെ ചെളിയൊക്കെ ചവിട്ടി കയറ്റി അങ്ങനെ വീട്ടിൽ വന്ന് പുറമൊക്കെ ഒന്ന് കഴുകി. പിന്നെ ഇന്റീരിയർ കഴുകലാണല്ലോ ഏറ്റവും വലിയ പണി എന്ന് പറയുന്നത്. കാരണം എല്ലാ മുക്കിലും മൂലയിലും പൊടി, അഴുക്ക്, മിക്സറിൻ്റെ അംശങ്ങൾ, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വീണടപ്പുണ്ടാവും. എൻ്റെ കയ്യിലേക്ക് ഈ സാധനം കണ്ടോ? ഇത് അതിന് പറ്റിയ ഒരു സാധനമാണ്. അഗാരോ എന്ന് പറയുന്ന ഈ ബ്രാൻഡിന്റെ ഈ കുഞ്ഞൻ ബാഗിൽ വരുന്നത് ഈ വാക്യൂം ക്ലീനർ ആണ് കേട്ടോ. ഇത് അഗാരോന്റെ CV1077 എന്ന് പറയുന്ന കാർ വാക്യൂം ക്ലീനർ ആണ്. പോർട്ടബിൾ കാർ വാക്യൂം ക്ലീനർ ആണ്. ഇത് 110 വാട്ട്സിന്റെ പവർഫുൾ ആയിട്ടുള്ള ഒരു വാക്യൂം ക്ലീനർ ആണ്. 4.5 kPa സക്ഷൻ പവർ വരുന്നുണ്ട്. നമ്മുടെ വണ്ടിക്കുള്ളിലൊക്കെ അടിപൊളിയായിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റും. ആൻഡ് ഇതിന്റെ ഈ കേബിളിന്റെ ലെങ്ത് ഉണ്ടല്ലോ, ഇത് 14.7 ഫീറ്റ് ആണ് വരുന്നത്. അതായത് 14.7 അടിയാണ്. 4.5 മീറ്റർ ലെങ്ത് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നമുക്ക് 12 വോൾട്ടിൻ്റെ കാറിൻ്റെ ചാർജിങ് സ്ലോട്ടിൽ നിന്ന് കുത്തിയിട്ട് ബാക്കിൽ ഡിക്കി വരെ ക്ലീൻ ചെയ്യാനുള്ള ലെങ്തി കേബിളുണ്ടാവും. 12 വോൾട്ട് സോക്കറ്റിലാണ് ഇത് കുത്തേണ്ടത്. ഇതിൻ്റെ കൂടെ 3 അറ്റാച്ച്മെൻറ്റ്സ് ഉണ്ടാവും. ഒന്ന് ഫ്ലെക്സിബിളോസ് ആണ്, പിന്നെ വരുന്നത് ഈ ഒരു ടൈപ്പ് കണക്ടറാണ്. ഇതിൻ്റെ കൂടെ ബ്രഷ് ഉണ്ടാവും. ഇത് നമുക്ക് ഫ്ലോറ്, AC വെൻറ്റ് അങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ ക്ലീൻ ചെയ്യാം. പിന്നെ വരുന്നത് ഈ ഒരു കണക്ടറാണ്. ഇത് നമുക്ക് നാരോ ആയിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ, അതായത് ഡോർ ഹാൻഡിലിൻ്റെ ഇടയിൽ, ബോട്ടിൽ ഹോൾഡറിൻ്റെ ഇടയിൽ, അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് ഡസ്റ്റ് വലിച്ചെടുക്കാൻ വേണ്ടി യൂസ് ചെയ്യാം. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ കൂടെ വരുന്ന സംഭവങ്ങൾ എന്ന് പറയുന്നത്. പിന്നെ ഒരു കുഞ്ഞൻ ബ്രഷും ഉണ്ടാവും ഇതിൻ്റെ കൂടെ. അത് നമുക്ക് ഫിൽറ്റർ ക്ലീൻ ചെയ്യാൻ വേണ്ടിയാണ്. സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഫിൽറ്ററാണ് ഇതിനകത്ത് വരുന്നത്. ഇത് ഈസി ആയിട്ട്, ഇവിടെയാണ് ഈ ഒരു പോർഷനിലാണ് ഡസ്റ്റ് വന്ന് അടിയുന്നത്. ഇത് ഈസി ആയിട്ട് നമുക്ക് റിമൂവ് ചെയ്യാം. ഇതാണ് ആ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഫിൽറ്റർ വരുന്നത്. ഇത് വാഷബിൾ ആണ്, ക്ലീൻ ചെയ്ത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. 1 ഇയർ വാറണ്ടി ഇതിന് വരുന്നുണ്ട് കമ്പനിയുടെ ഭാഗത്തുനിന്ന്. ലൈറ്റ് വെയിറ്റ് ആണ്, വെയിറ്റ്ലെസ് ആയിട്ടുള്ള പ്ലാസ്റ്റിക് ബോഡിയാണ് ഈ മെഷീന്. കോപ്പർ വൈൻഡിങ് മോട്ടറാണ് വരുന്നത്. 0.5 ലിറ്റർ ആണ് ഡസ്റ്റ് കളക്ടിങ് കപ്പാസിറ്റി വരുന്നത്. അത് യൂസ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. 12 വോൾട്ട് കാർ ചാർജിങ്ങിന്റെ സ്ലോട്ടിലാണ് ഇത് കുത്തേണ്ടത്. ഇത് ഇതിനകത്തേക്ക് ജസ്റ്റ് പ്രസ് ചെയ്ത് കയറ്റി കൊടുക്കുക. ഇവിടെ പവർ ഓൺ ആയിട്ടുണ്ട്, കണ്ടോ? മെഷീനിൽ പവർ വന്നിട്ടുണ്ട്. ഇതിപ്പോൾ നമുക്ക് ഈ ഒരു രീതിയിൽ ഉപയോഗിക്കാം. ഇതേ കണ്ടോ, നോക്കോ, ഈ രീതിയിൽ വലിച്ചെടുത്ത് വേസ്റ്റ് കളയാം. അതല്ലാതെ നമുക്ക് ഈ ഫ്ലെക്സിബിളോസ് കയറ്റിയിട്ട് ഇങ്ങനെ യൂസ് ചെയ്യാം. കണ്ടോ? ഇങ്ങനെയും ക്ലീൻ ചെയ്യാം. അതുപോലെ തന്നെ ഈ ഒരു സംഭവം വെച്ചിട്ട് നമുക്ക് ഇതുപോലെയുള്ള നാരോ ആയിട്ടുള്ള സ്ഥലങ്ങളിലും ഡസ്റ്റ് വലിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഈ ഒരു കണക്ടർ അറ്റാച്ച് ചെയ്തിട്ട് നമുക്ക് ഈ രീതിയിൽ ഫ്ലോറ് വലിച്ചെടുക്കാവുന്നതാണ്. ഡസ്റ്റൊക്കെ നല്ല രീതിയിൽ പൊക്കോളും. ആണോ? ഇത് വേണമെങ്കിൽ ലെങ്ത്തിന് വേണ്ടി നമ്മൾ ഫ്ലെക്സിബിളിൻ്റെ അറ്റത്തും കണക്ട് ചെയ്യാവുന്നതാണ്. ഫ്ലെക്സിബിൾ ഹോസ് കൊടുത്തിട്ട് അതിൻ്റെ അറ്റത്തായിട്ട് ഇത് കണക്ട് ചെയ്തിട്ട് നമുക്ക് യൂസ് ചെയ്യാനും പറ്റും. ആണോ? അതാകുമ്പോൾ കുറച്ചുകൂടി ലെങ്ത് കിട്ടും. ഇനി വരുന്നൊരു അറ്റാച്ച്മെൻറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ടൈപ്പാണ്. ഇത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഈ സ്റ്റോറേജ് സ്പേസ് ഒക്കെ ഉണ്ടല്ലോ, ഇതിനിടയിൽ വരുന്ന ചെളി, ഡസ്റ്റ് ഒക്കെ നമുക്കിതുപോലെ വലിച്ചെടുക്കാവുന്നതാണ്. അതുപോലെ നമ്മുടെ ഇവിടെ വരുന്ന സ്റ്റോറേജ്, അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഡസ്റ്റ് വലിച്ചെടുക്കാൻ ഇത് ഉപയോഗിക്കാം കേട്ടോ. അതുപോലെ ഈ ഒരു അറ്റാച്ച്മെൻറ്റ് വെച്ചിട്ട് നമുക്ക് AC-യുടെ വെൻറ്റും ഇതേപോലെ തന്നെ ക്ലീൻ ചെയ്തെടുക്കാം. അതിനകത്ത് വരുന്ന ഡസ്റ്റൊക്കെ നല്ല രീതിയിൽ നമുക്ക് വലിച്ചെടുക്കാൻ പറ്റും കേട്ടോ. ഫ്രണ്ടിൽ ഓൾമോസ്റ്റ് എല്ലാ ഡസ്റ്റും നമ്മൾ ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഈ വണ്ടിയുടെ ബാക്ക് സൈഡിലെ ചെളി നിങ്ങൾ നോക്കിയേ, കുറേ പൊടി, കരിയില, ബിസ്ക്കറ്റ് എന്നതിൻ്റെ വേസ്റ്റ്, മിച്ചറിൻ്റെ വേസ്റ്റ്, അങ്ങനെയുള്ള സകലമായ സംഭവങ്ങളും ഉണ്ട്. അപ്പോൾ ഇതും കൂടി നമുക്കൊന്ന് വലിച്ച് കാണിച്ചു തരാം. ഇതിൻ്റെ 4.5 മീറ്റർ കേബിളിൻ്റെ ലെങ്ത് ഉള്ളതുകൊണ്ടുള്ള ബെനിഫിറ്റ് ആണ് ഇത്. നോക്കിയോ, നമുക്ക് ബാക്ക് സൈഡ് ചെയ്ത് ഡിക്കി വരെ നമുക്ക് ക്ലീൻ ചെയ്യാം. അത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇവിടുന്ന് നമുക്ക് ഡസ്റ്റ് വലിച്ചെടുക്കാം അല്ലേ. മിക്സറിൻ്റെ വേസ്റ്റ് എല്ലാം ഇതിനകത്തേക്ക് നമ്മൾ ഓടി കയറിക്കോട്ടെ. ഈ സൈഡിൽ ബിസ്ക്കറ്റുകൾ കിടപ്പുണ്ട്, ബിസ്ക്കറ്റിൻ്റെ വേസ്റ്റ്. എത്ര പൊടിയായിട്ട് കിടന്നാലും നമുക്ക് സീറ്റിൻ്റെ ഇടയിൽ നിന്ന് ഇങ്ങനെ വലിച്ചെടുക്കാം കേട്ടോ. ബിസ്ക്കറ്റ് എന്ന് പറയുമ്പോൾ നല്ലതായിട്ട് പൊടിഞ്ഞിങ്ങനെ കിടക്കും. അത് ഈ സീറ്റിൻ്റെ ഇടയിൽ, നമ്മുടെ ഈ അപ്പോൾസ്റ്ററിയുടെ ഇടയിലൊക്കെ കയറി ജാമായിട്ടിരിക്കും. അതൊക്കെ നമുക്കിങ്ങനെ വലിച്ചെടുക്കാവുന്നതാണ്.
കണ്ടോ, വലിയ കഷ്ണമാണെങ്കിലും കയറി പോയിക്കോളും, ഒരു കുഴപ്പമില്ല. ഇതുപോലെ നമ്മുടെ കാറിൻ്റെ ഇന്റീരിയർ ക്ലീൻ ചെയ്തില്ലെങ്കിൽ ഭയങ്കരമായിട്ട് പെട്ടെന്ന് സീറ്റൊക്കെ ഡാമേജ് ആവും. പിന്നെ അത് തന്നെ അല്ല, ഉറുമ്പ് പോലുള്ള സംഭവങ്ങളൊക്കെ കയറി നമ്മളിരിക്കുമ്പോൾ നമ്മളെ തന്നെ കടിക്കാനുള്ള സാധ്യതയുണ്ട്. നേരത്തെ എങ്ങനെയായിരുന്നു, ഇപ്പം എങ്ങനെയുണ്ടെന്ന് നോക്കിയേ. ഒരൊറ്റ അവശേഷിപ്പ് പോലും ഇല്ലാതെ നമ്മൾ ഫുള്ളായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇതിങ്ങനെ പോയിന്റായിട്ടിരിക്കുന്നതുകൊണ്ട് സീറ്റിൻ്റെ ഇടയിൽ ഇങ്ങനെ ഇടയിലൊക്കെ ക്ലീൻ ചെയ്യാൻ പറ്റും. നല്ല ലെങ്ത് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഡിക്കി വരെ ഇത് യൂസ് ചെയ്യാവുന്നതാണ്. കണ്ടോ, ഇത്രയും ലെങ്ത് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഡിക്കിയിൽ നല്ല രീതിയിൽ ഇത് യൂസ് ചെയ്യാവുന്നതാണ്. ക്ലീനിങ് കഴിഞ്ഞതിന് ശേഷം വളരെ ഈസി ആയിട്ട് നമുക്കിത് ക്ലീൻ ചെയ്യാം. ആദ്യം നമ്മുടെ കണക്ടറുകളെല്ലാം റിമൂവ് ചെയ്യുക. അതിനുശേഷം ഈ ഒരു സ്പേസ്, നമ്മുടെ ആ വേസ്റ്റ്, നമ്മൾ വലിച്ചെടുത്ത വേസ്റ്റ് എല്ലാം ഈ ഒരു പാർട്ടിൽ വന്നിട്ട് അടിഞ്ഞു കൂടിയിട്ടുണ്ട്, കണ്ടല്ലോ. അതിനുശേഷം നമ്മൾ ഈ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഫിൽറ്റർ പയ്യെ ഊരുക. കണ്ടോ, നമ്മൾ വലിച്ച മിച്ചറിൻ്റെ വേസ്റ്റ്, ബിസ്ക്കറ്റിൻ്റെ വേസ്റ്റ്, അതെല്ലാം ദേ ഇവിടെ കിടപ്പുണ്ട്. ഇത് ജസ്റ്റ് നമ്മളിങ്ങനെ കൊട്ടിക്കളയുക. പിന്നെ ഇതിനിടയിൽ ഇങ്ങനെ കയറിയിരിക്കുന്ന സംഭവങ്ങളൊക്കെ നമുക്ക് ഇവർ പ്രൊഡക്റ്റിൻ്റെ കൂടെ തരുന്ന ഈ ഒരു ബ്രഷ് ഉണ്ടല്ലോ, ഈ ബ്രഷ് വെച്ചിട്ട് നമുക്കിങ്ങനെ ക്ലീൻ ചെയ്ത് കളയാവുന്നതാണ്. അതല്ലെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇത് വാഷബിൾ ആണ്, വാഷ് ചെയ്തും കളയാം. കണ്ടോ, ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വാഷ് ചെയ്ത ഫിൽറ്റർ ഡ്രൈ ആയതിനു ശേഷം മാത്രമേ റീയൂസ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഇതേപോലെ ഈസി ആയിട്ട് ക്ലീൻ ചെയ്യാൻ ഈ പ്രോഡക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. ആമസോണിലും ഫ്ലിപ്കാർട്ടിലും അവൈലബിൾ ആണ്, ബെസ്റ്റ് പ്രൈസിൽ കിട്ടുന്നതായിരിക്കും. അപ്പോൾ വെയ്റ്റ്ലെസ് ആയിട്ടുള്ള ഈ ഒരു പ്രോഡക്റ്റ് കാറിൻ്റെ ചാർജിങ് സ്ലോട്ടിൽ കുത്തി യൂസ് ചെയ്യാം, വളരെ ഈസിയാണ്. ക്യാരി ചെയ്യാൻ ഈസിയാണ്, ക്യാരി ചെയ്യാൻ ക്യാരി ബാഗ് ഉൾപ്പെടെ ഇവർ തരുന്നുണ്ട്. അപ്പോൾ ഞാൻ വാങ്ങിച്ച് യൂസ്ഫുൾ ആണെന്ന് അറിഞ്ഞുകൊണ്ട് നിങ്ങളിലേക്ക് എത്തിച്ചതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളും വാങ്ങിച്ച് ഉപയോഗിച്ച് നോക്കുക. അപ്പോൾ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ പ്രോഡക്റ്റ് റിവ്യൂ ആയിട്ട് ഞങ്ങൾ ഇനിയും വരുന്നതായിരിക്കും. ഇതിനെപ്പറ്റി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ഇട്ടാൽ മതി, ഞാൻ ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ.